സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി. ഇന്നിവിടെ ബീട്രൂട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തെന്നാ പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയേക്കാന്ന്. കൂടെ വീഡിയോ എടുക്കാലോ. അപ്പൊ മക്കളെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ടിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ബീട്രൂട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് നിറത്തിലുള്ള ബീട്രൂട്ട് നോക്കി വേണം എടുക്കാനായിട്ട്. ഇവിടെ പലപ്പോഴും കിട്ടുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് കളർ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വരാറുണ്ട്. അത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലോ ഒരു ലൈറ്റ് പിങ്ക് കളറേ വരാറുള്ളൂ. പലപ്പോഴും എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റാറുണ്ട്. അതുകൊണ്ട് അത് നോക്കി വേണം എടുക്കാനായിട്ടേ. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം ഒരു ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ബീട്രൂട്ട് തോരൻ വെക്കാൻ അരിയുന്ന പോലെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും, ഒരു 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, കുറച്ച് ജീരകം, ചെറിയ ജീരകമാണേ, അതും കുറച്ച് കടുകും, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും, ഒത്തിരി വെള്ളം കൂടണ്ട, അത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അടുത്തായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് ഇല്ലായിരുന്നോ, അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൂന കൂട്ടി വെക്കില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പൊത്തി വെക്കത്തില്ലേ, അതുപോലെ ചെയ്ത ശേഷം ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പൊ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതില്ലായിരുന്നോ, അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ സാധനം, അതായത് നമ്മുടെ കട്ട തൈരില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച്, കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞ് ഒത്തിരി പുളിയൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുള്ളതാണല്ലോ, അതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം നീ. എന്നിട്ട് നമ്മൾ ഇത് ചൂടോടുകൂടി തന്നെ പച്ചടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഓണത്തിനൊക്കെ വെക്കണം തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ അടുത്ത വെറൈറ്റി ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.